ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്കപ്പ്. ഇന്ന് നമ്മൾ SCRT സീരീസിൻ്റെ ഭാഗമായിട്ട് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 അതിൽ 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു PSC റാങ്കപ്പ്. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നിവിൻ എന്ന് പറയുന്നൊരു കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് തന്നിരിക്കുന്നത്. എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചു. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. അപ്പോൾ വാർഡിലാണ് ഗ്രാമസഭ. ഓക്കെ, പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാം, അഭിപ്രായം പറയാം, തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും സാധിക്കും. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിലാണ് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്ത് അതിൽ ഒരുപാട് വാർഡുണ്ടാകും. അപ്പോൾ അതിൽ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭ ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രാമങ്ങളിൽ നിന്നാണ് ഗ്രാമസഭ, നഗരങ്ങളിൽ വാർഡ് സഭ. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾ മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകും. ഓക്കെ, പ്രാദേശിക വികസന ചർച്ച മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്കും അവസരമുണ്ട്. അപ്പോൾ വാർഡിലാണ് ഗ്രാമസഭ ചേരുന്നത്. ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഗ്രാമസഭയിലുള്ളത്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. ഓക്കെ, 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വെച്ചെങ്കിലും ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. ഓക്കെ, അപ്പോൾ വാർഡിലെ ഗ്രാമസഭ നടക്കുന്നത് വാർഡിലാണ്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കും. ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരുമാണ് ഈ സഭയിലുള്ളത്. നഗരങ്ങളിൽ ഇത് വാർഡ് സഭയാണ്. ഇനി പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ. ഓക്കെ, ഇത് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു? പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. അപ്പോൾ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ വാർഡ് മെമ്പറുമാണ്. വാർഡിലാണ് നടക്കുന്നത് ഗ്രാമസഭ. അതിൻ്റെ കൺവീനർ വാർഡ് മെമ്പറാണ്, വിളിച്ചു ചേർക്കുന്നതും വാർഡ് മെമ്പറാണ്. എന്നാൽ അധ്യക്ഷനാരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ കതിർമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭാ നോട്ടീസ് എന്ന് പറഞ്ഞൊരു കാര്യം തന്നിരിക്കുന്നു. ഇവിടെ കൺവീനറാണ് ഇത് വിളിച്ചു ചേർക്കുന്നതും ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതും. കൺവീനർ വാർഡ് മെമ്പർ, എല്ലാ വോട്ടർമാരും, വാർഡിലെ എല്ലാ വോട്ടർമാരും പങ്കെടുക്കുന്നതാണ് ഈ ഗ്രാമസഭ. അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ കോളം ഒന്ന് നോക്കാം. ഗാന്ധിജിയുടെ സ്വപ്നം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഗ്രാമസ്വരാജ് എന്താണ് ഗാന്ധിജിയുടെ സങ്കല്പത്തിൽ? മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കാൻ പാടില്ല. ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് ഗ്രാമസ്വരാജ്. അപ്പോൾ ഒരു പൂർണ്ണ റിപ്പബ്ലിക് എന്ന് ഓർത്ത് വയ്ക്കുക. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയും വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്കും പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാമസ്വരാജ് എന്താണ്? ഒരു പൂർണ്ണ റിപ്പബ്ലിക്കായിട്ടാണ് ഗാന്ധിജി കണ്ടത്. ഇനി അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. ഓക്കെ, വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്ന് ഏറ്റവും താഴ്ത്തട്ടിൽ വരെ എത്തണം. അപ്പോൾ പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. പിന്നെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയും. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടല്ലോ, സ്ത്രീകളോ മറ്റുള്ളവരോ ഒക്കെ, അവർക്ക് നേതൃശേഷിയും ഭരണ പരിചയവും കൈവരുത്തും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. മറ്റൊന്നാണ് പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അധികാരവും പങ്കാളിത്തവും കിട്ടും അധികാര വികേന്ദ്രീകരണം വരുമ്പോൾ. പിന്നെ പ്രാദേശിക വികസനം,
അതിനാണ് പ്രാധാന്യം. പിന്നെ ആ വികസനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ പറ്റും. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നേതൃശേഷിയും ഭരണപരിചയവും കൈവരും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പ്രാദേശിക വികസനമുണ്ട്, അതുപോലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനമുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അടുത്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. 10 വർഷത്തിന് ശേഷം 1957 അപ്പോഴാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ 7 നിന്നും 7ഉം 8ഉം 7 കഴിഞ്ഞാൽ 8 അങ്ങനെ ഓർത്ത് വെച്ചാൽ അശോക് മേത്ത കമ്മിറ്റി കിട്ടും 1978. അപ്പോൾ 57, 7 എടുക്കുക, 7 കഴിഞ്ഞാൽ 8, 78. അങ്ങനെ അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ഈ 2 കമ്മിറ്റികളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ തന്നിരിക്കുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണെന്ന് എങ്ങനെ ഓർത്തിരിക്കും? ബൽവന്ത് റായ് മേത്ത, ആ പേര് 3ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഓക്കെ. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി നോക്കിയാൽ 2 പേരായിട്ട് തിരിക്കാൻ പറ്റും. അശോക് മേത്ത അത് ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഈ ത്രിതല പഞ്ചായത്തിൽ ഏതൊക്കെ വരും? ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്ത് തന്നെ നോക്കുക, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ദ്വിതല പഞ്ചായത്തിൽ മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണ്. ജില്ലാ പരിഷത്ത് 2 സ്ഥലത്തുണ്ട്. ത്രിതല പഞ്ചായത്തിലും ദ്വിതലത്തിലും ജില്ലാ പരിഷത്തുണ്ട്. പക്ഷേ ദ്വിതലത്തിൽ മണ്ഡൽ പഞ്ചായത്താണുള്ളത്. ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയും ഇല്ല, മണ്ഡൽ പഞ്ചായത്ത്. ഓക്കെ. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറയുന്നത് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് സമിതികൾക്കാണ് അധികാരം. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾ. എന്നാൽ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആസൂത്രണവും വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് സമിതിയും അതിൻ്റെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും. ഓക്കെ. ആസൂത്രണം വികസനം പഞ്ചായത്ത് സമിതി, മേൽനോട്ടം സംഘാടനം ജില്ലാ പരിഷത്ത്. ഏറ്റവും മുകളിലുള്ള മേൽനോട്ടവും സംഘാടനവും ചെയ്യാം. ഇനി ജില്ലാ പരിഷത്തിന് അശോക് മേത്ത കമ്മിറ്റി പറയുന്നത് ജില്ലാതല ആസൂത്രണം, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. അശോക് മേത്തയിൽ എന്താ പറയുന്നത്? ജില്ലാ പരിഷത്തിന് ജില്ലാതല ആസൂത്രണം, ഈസി ആയിട്ട് ഓർക്കാമല്ലോ. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും. ഓക്കെ. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57 ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അതിൽ ജില്ലാ പരിഷത്തിന് മേൽനോട്ടവും സംഘാടനവും, പഞ്ചായത്ത് സമിതിക്ക് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം. ഓക്കെ. അതിൻ്റെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്ത്. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുക. അത് നമുക്കിപ്പോഴും കാണാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നേരിട്ട് ആളുകൾ പോയാണ് വോട്ട് ചെയ്യുക. ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുക. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത്. അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞ ദ്വിതല പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ജില്ലാ പരിഷത്ത് ജില്ലാതല ആസൂത്രണം, മണ്ഡൽ പഞ്ചായത്തുകൾ ഗ്രാമങ്ങളുടെ ചുമതല. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ പറഞ്ഞ കമ്മിറ്റി, ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, LM സിംഗ്വി കമ്മിറ്റിയുടെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, പട്ടികജാതി പട്ടികവർഗ സംവരണം എല്ലാം അശോക് മേത്ത കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ബൽവന്ത് റായ് മേത്ത ത്രിതല, അശോക് മേത്ത ദ്വിതല. ഓക്കെ. അതിൽ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യക്ഷം, ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അശോക് മേത്ത കമ്മിറ്റി, പട്ടികജാതി പട്ടികവർഗ സംവരണം അശോക് മേത്ത കമ്മിറ്റി. ഇനി തുടക്കം രാജസ്ഥാനിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 വന്നത്. ഇതിൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് എന്നാണ് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ, നാഗൂർ എന്ന് പറഞ്ഞാലും ശരിയാണ്, നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1959 ഒക്ടോബർ 2. ഈ 1959 തന്നെ ആന്ധ്രാപ്രദേശിൽ വന്നു. പിന്നീട് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു. 1957 അത് ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. അത് 1959 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന്. അതേ വർഷം ആന്ധ്രാപ്രദേശിലും വന്നു. പിന്നീട് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വന്നു.
ഭരണഘടനാ ഭേദഗതി, അതായത് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഞ്ചായത്തി രാജൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അപ്പോൾ കുറേ കമ്മിറ്റികൾ വന്നെങ്കിൽ ആ ശുപാർശകളൊന്നും ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കിയില്ല. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അത് 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജിനും 74 നഗരപാലികയ്ക്കുമാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് എന്ന് പറയുമ്പോൾ 73 ഗ്രാമസഭകളുടെ രൂപീകരണം പറയുന്നു, 74 വാർഡ് സഭകളുടെ രൂപീകരണം പറയുന്നു. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ് രണ്ടിനും. ഇവിടെ 2 സ്ഥലത്തും പട്ടികജാതി പട്ടികവർഗ സംവരണവും വനിതാ സംവരണവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാമസഭകളുടെ രൂപീകരണം 73-ാം ഭേദഗതി, വാർഡ് സഭകളുടെ രൂപീകരണം 74-ാം ഭേദഗതി. നമ്മൾ പറഞ്ഞിരുന്നു നഗരത്തിൽ വാർഡ് സഭയാണെന്ന്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ സംവരണം വനിതാ സംവരണവും 2 സ്ഥലത്തുമുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 73 പ്രകാരം 74 പ്രകാരം. ധനകാര്യ കമ്മീഷൻ 5 വർഷത്തിലൊരിക്കൽ വേണമെന്ന് ഈ 2 ഭേദഗതികളും പറയുന്നു. എന്നാൽ 73-ാം ഭരണഘടനാ ഭേദഗതി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എന്നാൽ 74 നഗരപാലിക നിയമം പറയുന്നത് 2 തരം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ്. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. ഈ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പം നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിൽ അത് പറയുന്നതാണ് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നും. മുനിസിപ്പൽ കൗൺസിലാണ് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷനാണ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പം നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലുമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പേര് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നുമാണ്. ഓക്കെ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം പ്രകാരം 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ജില്ലാ പഞ്ചായത്ത് ത്രിതലമാണെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക പ്രകാരം 2. മുനിസിപ്പൽ കൗൺസിൽ, അതാണ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ കോർപ്പറേഷൻ, അതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ് പഞ്ചായത്തി രാജ് സംവിധാനം, ത്രിതലം, നഗരപാലിക സംവിധാനം വഴി 2 തരവും. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ 73, 74 ഭേദഗതികളുണ്ടല്ലോ 92-ൽ വന്നത്. അതിനെ തുടർന്ന് 1996-ൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. 96-ൽ കേരളത്തിൽ വന്നതാണ് ജനകീയ ആസൂത്രണം. അത് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. 92-ൽ 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം. 2005-ൽ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. 2005-ലെ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് സ്ത്രീ പ്രാതിനിധ്യം 50% ആക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 96-ൽ കേരളത്തിൽ നടപ്പാക്കിയ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പേരാണ് ജനകീയ ആസൂത്രണം. 73, 74 ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം. അത് 2005-ലെ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ 50% ആക്കി. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് 73, 74 2 തരം നഗരസഭ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. ഈ മുനിസിപ്പൽ കൗൺസിലാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. നഗർ പഞ്ചായത്ത് ഓർത്തു വയ്ക്കുക. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. മുനിസിപ്പൽ കൗൺസിലാണ് മുനിസിപ്പാലിറ്റി. കേരളത്തിൽ ഇത് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത്? ത്രിതലം. അശോക് മേത്തയോ ദ്വിതലം. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എവിടെയാണ്? ത്രിതലത്തിൽ. മണ്ഡൽ പഞ്ചായത്ത് എവിടെയാണ്? അശോക് മേത്തയിലാണ്. അവിടെ ജില്ലാ പരിഷത്ത് സെയിമാണ് 2 സ്ഥലത്തും. അടുത്തത് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് അധികാരം പഞ്ചായത്ത് സമിതികൾ. ഓക്കെ, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിന് അശോക് മേത്ത കമ്മിറ്റി പറയുന്നത് ജില്ലാതല ആസൂത്രണവും മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും പ്രത്യേകം ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് പറയുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിൽ പരോക്ഷ തെരഞ്ഞെടുപ്പുമാണ്.
പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ പറഞ്ഞത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവരാൻ പറഞ്ഞതും അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. ഈ പട്ടികജാതി പട്ടികവർഗ സംവരണം 73-ലും 74-ാം ഭരണഘടനാ ഭേദഗതിയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കാലാവധി 5 വർഷം തന്നെയാണ് പഞ്ചായത്തി രാജിൻ്റെയും നഗരപാലികയുടെയും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഗ്രാമസഭയിലെ അധ്യക്ഷനാരാണ്? പഞ്ചായത്ത് പ്രസിഡൻറ്റ്. കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതും കൺവീനറായ വാർഡ് മെമ്പറാണ്. വോട്ടവകാശമുള്ള എല്ലാ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാ പൗരന്മാരും ഗ്രാമസഭയിൽ അംഗമാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നോക്കിയാൽ നമുക്ക് കുറേ ചുമതലകൾ കാണാം. ജനന മരണ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതി വിവരക്കണക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ശേഖരിക്കുക, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണ അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ് സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഓക്കെ, ജനന മരണ നിരക്കുകൾ രജിസ്റ്റർ ചെയ്യുക, സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളാണ്. ഇവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. ഈ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത അവസ്ഥ, ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ കുറഞ്ഞ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത്, ഗ്രാമീണ മേഖല പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. തനത് വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫീസ്, പിന്നെ അവർ പിഴ ഈടാക്കുന്നത്, ഇതൊക്കെയാണ് ടാക്സ് പിരിക്കുന്നത്, ഇതൊക്കെയാണ് തനത് വരുമാനം. അപ്പോൾ തനത് വരുമാനത്തിലെ കുറവും ഇവർ നേരിടുന്നൊരു വെല്ലുവിളിയാണ്. പിന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്തത്, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കാത്തത്, കുറഞ്ഞ ജനപങ്കാളിത്തം ഗ്രാമസഭകളിൽ, പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 7th സ്റ്റാൻഡേർഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു PSC Rank Up. താങ്ക് യു.